ഇന്നത്തെ മഹത്തായ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എന്നെ നെല്ലിക്കുന്ന MLAs, ഇവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ, വ്യാപാരി സുഹൃത്തുക്കൾ, സന്നദ്ധ സംഘടനാ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട തൊഴിലാളികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഉപ്പള NH ഫ്ലൈ ഓവർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പളയുടെ ഫ്ലൈ ഓവർ കൈക്കമ്പ വരെ നീട്ടുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉപ്പളയിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി വാഹന ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരങ്ങൾ കാണുക എന്ന ആവശ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ധർണാ സമരം ഇവിടെ നടക്കുകയാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഈ വികസന പ്രവർത്തനത്തെ ഒരിക്കലും ഇവിടെ ഇരിക്കുന്ന ആരും എതിർക്കുന്നില്ല. ഇതിന്റെ DPR ഞാൻ ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് NHന്റെ അധികാരം ഇന്ന് വരെ കാണിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇവിടെ പ്രവൃത്തി നടക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനം എങ്ങനെ പോകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്താണ് ഉപ്പളയിൽ 100% ആണ് NHന്റെ അധികാരികൾ പരിഗണിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും 24 മീറ്റർ ഉപ്പള റെയിൽവേ സ്റ്റേഷനും 10 വഴി റോഡിന് പോകുന്ന വേലി കെട്ടി അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടുത്തെ ആരോഗ്യത്തിന് അവർ അക്ഷരപോലും സംസാരണം. ഞങ്ങൾക്ക് ഒരു വികസന പ്രവർത്തനം ആ നാട്ടിൽ അല്ലറ ചില്ലറ പ്രയാസങ്ങൾ അവിടുത്തെ നാട്ടുകാർ വ്യാപാരികൾ സഹിക്കേണ്ടി വരുമെന്നത് ഞങ്ങൾക്ക് കൃത്യമായി ബോധമുണ്ട്. പക്ഷേ ഈ പ്രവൃത്തിയുടെ ഭാഗമായി ഇവിടുത്തെ യാത്രക്കാർ, ഇവിടെ മംഗലാപുരത്തിന്റെയും കാസർഗോഡിന്റെയും ഏറ്റവും ഇരയുള്ള ഏറ്റവും വലിയ പട്ടണം, അനുദിനം പ്രവർത്തിച്ചുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണത്തിൽ മണിക്കൂറോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ഞാൻ